ഷോൺ ജോർജ്, ഗുഡ് മോർണിംഗ് ഷോൺ ജോർജ്. ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു? നിങ്ങൾ അങ്ങനെ കാണുന്നു പറയാറുണ്ട് ചേട്ടാ. ഇങ്ങനെ കാണുന്നതല്ല. പണ്ട് ഇതേ ആരോപണം ഞാൻ പറഞ്ഞപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ ചർച്ച നടത്തിയാ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് രാഷ്ട്രീയ പ്രേരിതമായ റെയ്ഡാണ്. ഇതിൽ പല രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ടേക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും ശരിയുണ്ടെന്നുള്ള കാര്യം. CMR SFIയുടെ കേസല്ല, ഇത് EDയുടെ കേസാണ്. SFIയുടെ കേസല്ലേ EDയുടെ കേസിന്റെ അടിത്തറ. ഞാൻ ഒരു ഇതിനു വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞുള്ള കാര്യങ്ങൾ സത്യസന്ധമാണ്. ഇനിയെങ്കിലും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകൾ അത് മനസ്സിലാക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചതാണ്. ഞാൻ ഈ കേസിൽ ഞാൻ പറഞ്ഞ തുടക്കം മുതലേ ഇതിനെ തടസ്സപ്പെടുത്താൻ നിരവധിയായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതും അത്തരത്തിലുള്ള ശ്രമമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, വീണ കോടതിയെ സമീപിച്ചിട്ടില്ല ഇതുവരെ. അതെ, കഴിഞ്ഞ ദിവസം റെയ്ഡ് വീട്ടിൽ നടന്നിട്ടും വീണ ഇതുവരെ കോടതിയെ സമീപിച്ചില്ല. ഇപ്പോഴും CMRന്റെ ചെലവിൽ സംരക്ഷണം നൽകാനാണ് ആ ബാന്ധവം ഇപ്പോഴും തുടരുന്നു എന്നുള്ള ഈ കോടതി ഈ പ്രാവശ്യം കോടതിയിൽ ഈ അപ്പീലിലൂടെ നമുക്ക് വ്യക്തമായത്. വീണ ഈ നിമിഷം വരെയും കോടതിയെ സമീപിച്ചിട്ടില്ല ഇത് തടസ്സപ്പെടുത്തണം ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇന്നും ആ ബാന്ധവം തുടരുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല ഇത് കേരളം കണ്ടതിലെ ഏറ്റവും വലിയ അഴിമതിയാണ്. അത് നിങ്ങൾ ഈ കാണുന്ന 2.86 ഒന്നുമല്ല, കോടാനുകോടികൾ. ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുന്നു, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ വിജയന്റെ അക്കൗണ്ടിലൂടെ കടന്നു വന്നിട്ടുള്ള കോടികൾ അത് 1, 2 ഒന്നുമല്ല, കോടാനുകോടികളാണ്. അവിടെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഉൾപ്പെടെ ലാവിൽ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. നമ്മുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏജൻസിയിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട്. EDയുടെ എൻക്വയറി വരുമ്പോൾ അത് CMR എന്ന ആ സർക്കിളിൽ നിൽക്കേണ്ടതല്ല. CMR ഇതിനകത്ത് ഏറ്റവും ചെറിയ ഇരയാണ്. കാരണം അയാളുടെ കച്ചവടം നടത്തിക്കൊണ്ട് പോകാൻ അയാൾ കൈക്കൂലി കൊടുത്തതിൽ ഒരാൾ വീണയാണെന്നുള്ളത്. പക്ഷേ അബുദാബി ബാങ്കിന്റെ കാര്യത്തിൽ അതൊരു ക്ലാരിറ്റി ഉണ്ടോ? കാര്യം അവരുമായി അന്വേഷണം പറയുന്നത് അവർക്ക് അങ്ങനെ NRI സ്റ്റാറ്റസോ NRI അക്കൗണ്ടോ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് ബോധ്യമുള്ളത്. ഞാൻ ഇപ്പോഴും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. വീണ Tയും സുനീഷ് M-ഉം സിഗ്നേറ്ററീസ് ആയിട്ടുള്ള അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ 2016 മുതൽ 19 വരെ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ഇല്ല എങ്കിൽ അവർ എനിക്ക് കേസ് കൊടുക്കട്ടെ. ഓക്കെ, അപ്പം ഈ അന്വേഷണം വീണയിലേക്ക് എത്തുന്നു. ഇനിയിപ്പോൾ തുടർ നടപടികൾ ഉണ്ടാവും, വളരെ വേഗത്തിലായിരിക്കും എന്നാണ്. ഇത് EDയുടെ വർഷമാണ്, അത് പറയാൻ ഞാനാണല്ല. പക്ഷേ നിയമപരമായ തടസ്സങ്ങളില്ല, എല്ലാ തടസ്സങ്ങളും നീങ്ങി കഴിഞ്ഞിരിക്കും. ഓക്കെ, താങ്ക് യു.